ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്കും അടിച്ചു വാരലും കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് അടുക്കിപ്പറക്കലൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എനിക്ക് വലിയൊരു ടാസ്ക് ഉണ്ട് കേട്ടോ. കുറേ തുണികൾ നമ്മൾ അലക്കി ഉണങ്ങി ഇതൊന്ന് മടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുന്നുപോലെ തുണികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് മടക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും അന്നന്ന് തന്നെ തുണികൾ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഹെഡിന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് വന്ന് ഹോസ്പിറ്റൽ യൂസ് ചെയ്ത തുണികളും എല്ലാം കൂടെ ഒരുമിച്ച് അലക്കിയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലോഡായിട്ട് ഇത് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ച തുണി മടക്കുന്ന സമയത്ത് നമ്മുടെ ചുരിദാർ ബിറ്റുകളൊക്കെ മടക്കുന്ന ഒരു മെത്തേഡും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടു. അതായത് നമ്മൾ ചുരിദാറിൻ്റെ ഷാളും പാൻറ്റും ഒരുമിച്ച് ഒറ്റ സെറ്റിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ എല്ലാം കൂടെ മടക്കി കഴിയുമ്പോൾ തപ്പി നടക്കാറുണ്ട്. ചിലപ്പോൾ ഷാളും പാൻറ്റൊക്കെ ചിലപ്പോൾ മിസ്സാവും. അപ്പോൾ നമുക്കതൊരു മെത്തേഡും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിപ്പോൾ നമ്മൾ ഇതുപോലെ ചുരിദാറിൻ്റെ ടോപ്പ് നമ്മൾ പകുതിയല്ല ഒരു നേർ പകുതി വെച്ചിട്ടല്ല മടക്കിയിട്ടുള്ളത്. അതിൽ കൂടെ ഒരു 1/4 ഭാഗം വെച്ച് മടക്കിയിട്ട് നമ്മുടെ കൈ ഉള്ളിലേക്കാക്കി മടക്കി നമ്മുടെ ഷോൾഡർ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് 2 സൈഡും ഷോൾഡറിൻ്റെ ഇത് വെച്ച് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ടോപ്പ് മടക്കിയതിന് ശേഷം നമ്മുടെ പാൻറ്റും ഇതുപോലെ തന്നെ എടുത്ത് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ നല്ല വി ഷേപ്പിൽ നമ്മുടെ പാൻറ്റ് നല്ല രീതിയിൽ മടക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ആവാതെ നിൽക്കും. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് മടക്കിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ പാൻറ്റ് മടക്കിയത് അത് പതുക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി പതുക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കുറേ ടൈം എടുത്ത് ചെയ്യും പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻറ്റും ഇതുപോലെ തന്നെ മടക്കി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഷാളും നമ്മൾ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് മടക്കും പോലെ തന്നെ പാൻറ്റിൻ്റെ മുകളിലായിട്ട് മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ പകുതിക്ക് മടക്കുന്ന സമയത്ത് നമുക്കൊരു സൈഡ് ചെറിയൊരു ബോക്സ് പോലെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയതിൻ്റെ അവിടെ ചെറിയൊരു ബോക്സ് പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സൈഡ് നമ്മൾ ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കൈ കൊണ്ടൊന്ന് കയറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ചെറിയൊരു ബോക്സ് പോലെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാൻറ്റും ഷാളും എല്ലാം ഉണ്ടാകും. നമുക്ക് അലമാരയിൽ മടക്കി വെക്കാനാണെങ്കിലും സുഖമാണ്. അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അടക്കി പറക്കി വെക്കാനോ അല്ലെങ്കിൽ നമ്മൾ അലമാരയിൽ വെക്കുമ്പോഴായാലും പ്രത്യേകിച്ച് ഓരോന്നോരോന്ന് തപ്പി നടക്കണം. സെറ്റായിട്ട് ഇതുപോലെ നല്ല വൃത്തിക്കിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ തുണി മടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മെത്തേഡും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ മടക്കാനിരുന്നപ്പോൾ ജസ്റ്റ് സമയം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു സമയം എത്ര ടൈം എടുക്കും നമ്മളിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ഒരു 12:24 ആയപ്പോഴാണ് കേട്ടോ ഞാൻ തുണി മടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ടൈം എടുക്കും നോക്കാം കേട്ടോ. കാരണം നമ്മൾ ടൈമൊക്കെ നോക്കി അത്രയും സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മടുപ്പും ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊരിതുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് മടക്കിയും നമ്മൾ മടുപ്പാവും, ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാനൊക്കെ തോന്നും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മടക്കുന്ന സമയത്തായാലും എല്ലാ പണികളും തീർത്തിട്ട് വേണം ഇരിക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ തീരുമൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് തൊട്ട് വൃത്തിയാവത്തുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ തുണി മടക്കുന്നല്ലേ, ഇതിപ്പോൾ എന്താ ഇതിന് മാത്രം വീഡിയോ ആയിട്ട് ചെയ്യാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ തുണി കൂട്ടിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. നമ്മൾ എല്ലാ ദിവസവും മടക്കാതെ നമുക്ക് കുറച്ചായിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ മടക്കി വെക്കാം. കാരണം നമ്മൾ മടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഓരോ പൊസിഷനിൽ നമ്മൾ എടുത്ത് വെക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂട്ടിയിരുന്ന ആൾക്കാരുണ്ടാവും. ലാസ്റ്റ് കൂട്ടി ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് കാണുമ്പോൾ മടുപ്പാണ് ഇത്രയും ഒരുമിച്ച് ചെയ്യാനല്ലോ നോക്കുമ്പോൾ. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ പോലെയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സുകളൊക്കെ മടക്കുന്ന സമയത്ത് ഞാനതൊക്കെ ഒന്ന് വേർതിരിച്ച് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഒരുമിച്ച് നല്ല ഡ്രസ്സുകളുണ്ട്, നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സുകളുണ്ട്, അതുപോലെ വീട്ടിലിരുന്ന ഡ്രസ്സുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഡ്രസ്സുകൾ ഞാൻ തരം തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് തിരിച്ചെടുത്ത് വെക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും നമ്മൾ തരം തിരിച്ച് വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തരം തിരിച്ചാണ് കേട്ടോ മടക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ അലക്കി കഴിയുമ്പോൾ തന്നെ ചിലരൊന്ന് അയൺ ചെയ്ത് സെറ്റാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ എടുത്ത് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാനിത് ഒരു ലോഡ് ഉള്ളതുകൊണ്ട് തന്നെ അയണൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ജസ്റ്റ് ഇത് മടക്കി ഒതുക്കി വെക്കുകയാണ്. കാരണം നമ്മളിത് തുണിയെല്ലാം കൂടി ഒരു കൂമ്പാരം പോലെ കിടക്കുന്ന സമയത്ത് ഒരു വൃത്തികേടാണ് അങ്ങോട്ട് നോക്കുന്ന സമയത്ത്. പുറത്തുനിന്ന് ആൾക്കാർ കയറി വന്നാലും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അയണൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം തന്നെ നല്ല ചുളുങ്ങിയാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് നമുക്ക് തുണി ഉണങ്ങി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തുണികളൊക്കെ ഒന്ന് വേഗം ഒതുക്കി മാത്രം വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കത് അതുപോലെ ഒരുപാട് തുണികൾ മടക്കാനുള്ള സമയത്ത് വലിയ മ്യൂസിക്കൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കാണി, അല്ലെങ്കിൽ പിന്നെ ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അത്ര പെട്ടെന്ന് ബോറടിക്കില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തോന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് അത്ര ബോറടിക്കാതെ എന്താ പറയുക അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തുണി ഉണങ്ങിയ പാടെ തന്നെ നമ്മൾ മടക്കി വെക്കുകയാണെങ്കിൽ ഇത്രയും ചുളുക്കുകളൊന്നും ഡ്രസ്സിലുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കൂഞ്ഞു കൂടി എല്ലാം കൂടെ ഒരുമിച്ച് കൂമ്പാരം പോലെ കിടന്നുകൊണ്ടാണ് കേട്ടോ ഇത്ര ചുളുക്കുകൾ വന്നത്. ഇപ്പോൾ ഇത് അയൺ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നല്ല പണിയുണ്ട്. നമ്മളിതൊന്നും നല്ലോണം മടക്കിയെടുത്താലും ഇതിൻ്റെ ചുളിവുകളൊന്നും അങ്ങനെ പോവില്ല. ചില ക്ലോത്തിലൊക്കെ ചുക്കി ചുളിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി തേച്ച് മടക്കിയെടുക്കുക ഇച്ചിരി പാടാണ്. പിന്നെ നമ്മൾ നല്ല ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ എന്തായാലും അയൺ ചെയ്തിട്ട് വെക്കുന്നതാണ് നല്ലത്. നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവന്നാൽ ആ സമയത്ത് നമുക്ക് അയൺ ചെയ്യേണ്ടല്ലോ. പിന്നെ ആ സമയത്ത് നമുക്ക് കറണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഞാനെന്തായാലും ഒന്ന് ഒതുക്കി വെക്കാനുള്ളതിനകത്ത് അയൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ മടക്കാനിരുന്ന് പകുതിയായപ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ നല്ലോണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഇരിക്കുന്ന ബെഡ്ഷീറ്റുകളൊക്കെയാണ് കേട്ടോ മടക്കാൻ. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മടിയാവുന്നുണ്ട്. പക്ഷേ നമ്മളിതിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ അങ്ങ് മടക്കി പോകാൻ കേട്ടോ. കാരണം ഈ ബെഡ്ഷീറ്റുകളൊക്കെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ബെഡ്ഷീറ്റുകളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3-4 ബെഡ്ഷീറ്റുകൾ തന്നെയുണ്ട്. അത് മടക്കലാണ്. ചെറിയ ചെറിയ തുണികളാകുമ്പോൾ നമുക്ക് മടക്കാൻ എളുപ്പമാണ്. ഈ ബെഡ്ഷീറ്റുകളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് മടക്കാൻ മടി. അപ്പോൾ വലിയ വലിയ ബെഡ്ഷീറ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ബെഡിലിട്ടായാലും അത് മടക്കാനൊക്കെ ആയാലും കുറച്ച് പാടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്തായാലും മടക്കിയെടുക്കണം. അപ്പോൾ പിന്നെയും കിടക്കാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ഇത്രയും തുണികൾ മടക്കിയെടുക്കണം അധികം ടൈമൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ തുണികൾ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇത് കുറേ ടൈം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ ഇത് തുണികളൊക്കെ വേഗം മടക്കിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷർട്ടുകളൊന്നും ഞാൻ പൊതുവേ മടക്കാറില്ല. നമ്മൾ ഹാങ്കറിനകത്ത് ഹാങ് ചെയ്യാറ്. അപ്പോൾ ഷർട്ടുകളൊന്നും 2-3 ഷർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊതുവേ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മടക്കണ്ടാത്തതുകൊണ്ട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലേക്കാണ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വെച്ചത്. ആദ്യം ബാക്കി തുണികളൊക്കെ മടക്കി കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് ബെഡ്ഷീറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിലും പൊതുവേ തുണികൾക്കൊക്കെ ഒരു തണുപ്പ് പോലെയാണ് കേട്ടോ. ഇപ്പം മഴയുടെയൊക്കെ ഒന്ന് തോന്നുന്നുണ്ട്. നമ്മളെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു തണുപ്പാണ് എല്ലാ ഡ്രസ്സുകൾക്കും. അപ്പം നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ വേഗം തന്നെ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഞാൻ ഒരു 2 ദിവസമായിട്ടുണ്ടാകും ബെഡിൽ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ മടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്തു. കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ട് അപ്പോൾ മടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തുണികൾക്കൊക്കെ ആകെ ഒരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മടക്കി കഴിയുന്നതിനേക്കാളും പാടാണ് നമുക്കതൊക്കെ എടുത്ത് വെക്കാൻ. നമുക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ പക്ഷെ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ മടക്കി വെക്കുന്നതിനൊരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതൊക്കെ പഴയ പോലെ വലിച്ച് വാരിട്ട പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മടക്കി വെക്കുന്ന സമയത്ത് ആ കൈയോടെ തന്നെ അതൊന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. തുണികളൊക്കെ ഏകദേശം മടക്കി കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ബെഡ്ഷീറ്റ് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഷർട്ടുകളായിരുന്നു. അത് നമുക്ക് ഹാങ്കറിനകത്ത് തൂക്കിയാൽ മതി. നമുക്ക് സമയമുള്ള സമയത്ത് അയൺ ചെയ്ത് വെക്കാനുള്ളതാണ്. കാരണം ഷർട്ടുകളൊക്കെ നമ്മൾ എന്തായാലും അയൺ ചെയ്ത് ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തുണിമടകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അതേ സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സമയം നോക്കുന്ന സമയത്ത് 12:43 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 12:24 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ടൈം കൊണ്ടാണല്ലോ ക്ലോത്ത് എല്ലാം കൂടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ എടുത്ത് കൈയോടെ തന്നെ ഓരോ സ്ഥലത്ത് കൊണ്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചും കൂടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മടക്കി വെച്ചെല്ലാം പഴയ രീതിയിലാണ്. അപ്പോൾ തന്നെ അവൻ ഓൾറെഡി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെയും കൊണ്ട് പോയിട്ട് കൈയോടെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു വാർഡ്രോബ് ഓർഗനൈസേഷൻ വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ.
അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ ഇനി കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.